विश्वरचना च कटाक्षमोक्ष कर्णौ दिशोऽश्वियुगलं तव नासिके द्वे लोभत्रपेज भगवन्नधरोत्तरोष्ठौ तारागणाश्च दशनाशमनश्च दंष्ट्रा निःशेष विश्वरचना च कटाक्षमोक्ष कर्णौ दिशोऽश्वियुगलं तव नासिके द्वे लोभत्रपेज भगवन् अधरोत्तरोष्ठौ तारागणाश्च दशनाशमनश्च दंष्ट्रा निःशेष विश्वरचना जकटाक्षमोक्ष कर्णौ दिशः अश्वयुगलं तव नासिके द्वे लोभत्रपेज भगवन् अधरोत्तरोष्ठौ तारागणाश्च दशनाः ശമനശ്ച ദംഷ്ട്രാ. ബ്രഹ്മാവിൻ്റെ ഓരോ അവയവങ്ങൾ, ബ്രഹ്മാവിൻ്റെ കീഴിലുള്ള പ്രജാപതിമാർ, ബ്രഹ്മാവിൻ്റെ കീഴിലുള്ള മഹർഷിമാർ, ഇങ്ങനെ പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ വ്യക്തിഗതമായ സൃഷ്ടി വൈഭവം വിസ്തരിച്ച് ഇനി പറയാൻ പോകുന്നുണ്ട്. അതിനു മുൻപ് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രാഥമികമായ വർണ്ണനയാണ് ഇവിടെ. ഒരേ ഈശ്വരൻ്റെ പല 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 അവയവങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ലോകത്തിലെ എല്ലാ വ്യക്തികളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രജാപതിമാരായാലും മഹർഷിമാരായാലും സാധാരണ മനുഷ്യരായാലും ദേവന്മാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, ചാരണന്മാർ തുടങ്ങിയവരാണെങ്കിലും ഇനി അതിനും താഴെ സൃഷ്ടി പറയുമ്പോൾ പറയും ജന്തുക്കൾ, അങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെയും ആദ്യം പറഞ്ഞ വിശ്വകന്ധനായ ബ്രഹ്മസ്വരൂപനായ ഭഗവാന്റെ ചെറിയ 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 രൂപങ്ങളാണ്, മിനി പതിപ്പുകൾ എന്ന് പറയാം. വിരാട് സ്വരൂപിയായ സാക്ഷാൽ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ചെറിയ ചെറിയ പതിപ്പുകളാണ്, കോപ്പികളാണ് ഓരോ മനുഷ്യനും. അപ്പോൾ ഒരു മനുഷ്യന് ഞാൻ ഈശ്വരനാണ് എന്ന് തുറന്നു പറയാൻ, സ്വയം കണ്ടെത്താൻ പൂർണ്ണമായ അവകാശമുണ്ട്. ഇത് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും അവയെ അടിസ്ഥാനപ്പെടുത്തി ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്ന ഈ സൃഷ്ടിയുടെ അത്ഭുത പ്രപഞ്ച വർണ്ണനയും. അപ്പം എന്തായി, ഭഗവാന്റെ കടാക്ഷമോക്ഷങ്ങൾ പ്രേരണാത്മികയായ ശക്തിയെ ഉണ്ടാക്കുന്നു എന്നതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തു പറയുകയാണ്. നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷ. കടാക്ഷങ്ങൾ പ്രപഞ്ച സൃഷ്ടിക്ക് അടിസ്ഥാനമായ മായയെ സൃഷ്ടിച്ചു. കർണൗ ദിശ, ദിക്കുകൾ, ശബ്ദബ്രഹ്മം, ആകാശം, ഇതൊക്കെ ഭഗവാന്റെ ചെവി ആണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ആൻറ്റിനകൾ വെച്ച് പിടിച്ചെടുക്കുന്നുണ്ട് ശബ്ദങ്ങളെ. അതേപോലെ റേഡിയോ സ്റ്റേഷനുകളിലൊക്കെ അങ്ങനെ കാണാം. അതേപോലെ ഭഗവാന്റെ ഈ പ്രപഞ്ചത്തിലെ വലിയ ആൻറ്റിനകൾ ചെവിയാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ രണ്ട് പകുതിയായിട്ടുള്ള ചെവികൾ രണ്ടും കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഇന്ന് നമ്മൾ വീടുകളിലൊക്കെ വെക്കുന്ന ആൻറ്റിനയുടെ പകുതി ഭാഗങ്ങളാണ്. അതൊന്നിച്ചു ചേർത്താൽ ഭഗവാന്റെ രണ്ട് ചെവിയായി. അതിമനോഹരമായ വർണ്ണനയാണ് ഭട്ടതിരിപ്പാട് ചെയ്യണത്. അശ്വയുഗളം തവ നാസികേ ദ്വേ. അശ്വയുഗളം, അശ്വിനി ദേവന്മാരുണ്ട്. അവർ ഭഗവാന്റെ മൂക്കിൻ്റെ അധിഷ്ഠാന ദേവതകളായിട്ട് ശോഭിക്കുന്നു. പിന്നെ ലോഭത്രപേച ഭഗവൻ അധരോത്തരോഷ്ടവും. മനുഷ്യൻ്റെ വികാരങ്ങളുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ഇനി ഞങ്ങൾ പറഞ്ഞാൽ അവസാനിക്കാത്ത അത്ര പലതരം വികാരങ്ങൾ. ഈ വികാരങ്ങളും ഇതിനു മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സാത്വിക, രാജസ, താമസ ഭാവങ്ങളിൽ നിന്നുണ്ടായതാണ്. ഈ സാത്വിക, രാജസ താമസ ഭാവങ്ങളും നിർഗുണനായ ഭഗവാന്റെ ഗുണഭാവങ്ങൾ തന്നെയാണ്. അപ്പോൾ ലോഭം, ത്രപ, ഒന്ന് മുകളിൽ തച്ചുണ്ട്, ഒന്ന് അടിയിൽ തച്ചുണ്ട്. അധര ഉത്തരോഷ്ടവും. അധരോഷ്ടം, ഉത്തരോഷ്ടം, ഇത് രണ്ടുമാണ് ലോഭവും ത്രപയും. അതായത് എന്ത് കിട്ടിയാലും മതിയെ വരാത്ത ഒരു അത്യാർത്ഥി ലോഭം, ത്രപ ലജ്ജ.
താരാഗണാശ്ച ദശനാഹ ശമനശ്ച ദംഷ്ട്ര. നീലാകാശത്തേക്ക് നോക്കിയാൽ കാണുന്ന ധാരാളം നക്ഷത്രങ്ങളുണ്ട്. അതെല്ലാം ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന ആ പല്ലിൻ്റെ ഭംഗിയായിട്ട് കാണൂ എന്ന് ഭട്ടതിരിപ്പാട്. ശമനശ്ച ദംഷ്ട്ര, കോമ്പല്ലുകളാണത്രേ ശമനൻ എന്ന ദേവത. അപ്പോൾ ഭഗവാന്റെ സ്വരൂപത്തിൽ തന്നെ ഈ വിശ്വേദേവന്മാരെ മുഴുവനും അധിഷ്ഠാനപ്പെടുത്തി നമുക്കിതാ വർണ്ണിച്ച് കേൾപ്പിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ആ വർണ്ണന തന്നെ തുടരുന്നു.